നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ബീറ്റ ഫംഗ്ഷനും അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ കണക്കുകൾ എങ്ങനെയാണ് ബീറ്റയിൽ എഴുതുന്നത് പറഞ്ഞു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ തന്നെ അവസാന പോർഷനായി വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഗാമ ഫംഗ്ഷൻ. അതായത് ബീറ്റയെ ഗാമയുടെ ടേബിൾ, ഗാമ ഫംഗ്ഷൻ ടേബിൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഗാമ ഫംഗ്ഷൻ. നോക്കൂ, ബീറ്റ പി ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗാമയിലുള്ള ഡെഫിനിഷൻ ഗാമ പി ഇൻടു ഗാമ ക്യൂ ബൈ ഗാമ പി പ്ലസ് ക്യൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ബീറ്റ ഓഫ് 3 4 ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ഗാമ 3 ഇൻടു ഗാമ 4 ബൈ ഗാമ 3 പ്ലസ് 4 ഗാമ 7 എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ ഇൻടു 3 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ബീറ്റ ഓഫ് സപ്പോസ് പരീക്ഷയ്ക്ക് ചോദിക്കാം വാട്ട് ഈസ് ബീറ്റ ഓഫ് ഹാഫ് കോമ ഹാഫ്. അപ്പോൾ എന്ത് വരും? ഗാമ ഹാഫ് ഇൻടു ഗാമ ഹാഫ് ബൈ ഗാമ ഹാഫ് പ്ലസ് 1 ഹാഫ് പ്ലസ് ഹാഫ് ഈക്വൽ ടു 1. എന്താ ഗാമ ഹാഫ്? റൂട്ട് പൈ ഇൻടു റൂട്ട് പൈ ബൈ ഗാമ 1 is 0 factorial is 1, that is root pi into root pi is pi. അപ്പോൾ ബീറ്റ ഹാഫ് കോമ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പൈ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ബീറ്റ ഓഫ് ദിസ് ഇൻ ടേംസ് ഓഫ് യൂസിങ് ഗാമ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബീറ്റ എന്ന് ചോദിച്ചാൽ ഗാമ വെച്ച് ഗാമയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാമയ്ക്ക് ബീറ്റയ്ക്ക് ഗാമയിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം. ഈ റിലേഷൻ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീറ്റയിലെ ഗാമ റിലേഷൻ, ബീറ്റ ടു ഗാമ റിലേഷൻ തെളിയിക്കുന്നത് നോക്കാം. നമുക്ക് ഇതാണ് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാവുന്നത് ബീറ്റ ഓഫ് പി ക്യൂ, അതായത് സോറി ഗാമ പി, ഗാമ പിയുടെ റിലേഷൻ ഞാൻ എടുക്കുന്നു. വി ഹാവ് ഗാമ പി ഈക്വൽ ടു ഗാമ പി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x റൈസ് ടു b മൈനസ് 1 e റൈസ് ടു മൈനസ് x dx എന്നാണ്. അല്ലേ? ഇതാണ് ഗാമയുടെ റിലേഷൻ എനിക്കറിയാം. therefore ഞാൻ ഇവിടെ x ന് പകരം u സ്ക്വയർ എന്ന് കൊടുക്കുന്നു. x ഈക്വൽ ടു u സ്ക്വയർ. therefore നമുക്ക് u ഈക്വൽ ടു എന്താ വരിക? x റൈസ് ടു ഹാഫ് എന്ന് വരും. ശരിയാണല്ലോ? u ഈക്വൽ ടു x റൈസ് ടു ഹാഫ്. അതുപോലെ dx ന് പകരം എന്ത് വരും? 2u du. ശരിയാണ്? നമുക്ക് ഇത് വേണ്ട, അത് u കൊടുക്കണ്ടല്ലോ. അപ്പോൾ x ഈക്വൽ u സ്ക്വയർ ആവുമ്പോൾ dx 2u du. ലിമിറ്റ് വ്യത്യാസം വരുന്നില്ല, കാരണം x 0 ആവുമ്പോൾ u 0, x ഇൻഫിനിറ്റി ആവുമ്പോൾ u ഇൻഫിനിറ്റി ഈക്വൽ ടു ഗാമ p ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി u സ്ക്വയർ റൈസ് ടു p മൈനസ് 1 e റൈസ് ടു മൈനസ് u സ്ക്വയർ dx ന് പകരം 2u du. that is equal to 2 into integral 0 to infinity. ഇവിടെ 2p minus 2 ആവും. 2 multiply by u raised to 2p minus 2, u raised to 2p minus 2, e raised to minus u square, u raised to 1 du. 2 പുറത്ത് എഴുതിയല്ലോ. that's equal to 2 into integral 0 to infinity e raised to minus u square into ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ u raised to 2p minus 1 du എന്ന് വരും. 2p minus 1 minus 2 plus 1 is minus 1. ഇതാണ് ഗാമ പി. മനസ്സിലാവുന്നല്ലോ? ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കും. സിമിലർലി ഗാമ ക്യൂവിനെ എഴുതാം. ഗാമ ക്യൂ എഴുതുമ്പോൾ 2 into integral 0 to infinity e raised to minus b square എന്ന് കൊടുക്കുന്നു. u ന് പകരം b square b raised to 2q minus 1 dp. ഇക്വേഷൻ നമ്പർ 2. തെറ്റൊന്നുമില്ലല്ലോ, കാരണം ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് x ന് b square കൊടുക്കുമ്പോൾ ഇതുപോലെ u ന് പകരം b raised to 2q minus 1, കാരണം സെയിം ആണല്ല, വേരിയബിൾ മാറുന്നേ ഉള്ളൂ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? മൾട്ടിപ്ലൈ 1 and 2 ഫ്രം 1 and 2 1 ഉം 2 ഉം കൂടി ഞാൻ മൾട്ടിപ്ലൈ നേരത്തെ ഇതുപോലുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാമ ഹാഫിന്റെ വില കാണാൻ ചെയ്തില്ലേ? അതേപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗാമ പി ഇൻടു ഗാമ ക്യൂ ഈക്വൽ ടു 4 ഇൻടു 2 ഇൻടു is 4 ഇൻടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 0 ടു ഇൻഫിനിറ്റി. നോക്കൂ, u റൈസ് ടു 2p minus 1 v raised to 2q minus 1 e raised to minus of u square plus v square du dv എന്നായി മാറും. ശരിയാണല്ലോ? u raised to 2p minus 1 into v raised to 2p minus 1 e raised to minus of u square plus v square du dv. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അവിടെ ഗാമ ഹാഫ് റൂട്ട് പൈ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ റേഞ്ച് ഓഫ് ഇന്റഗ്രേഷൻ x u 0 to infinity v 0 to infinity എന്ന് പറഞ്ഞാൽ uv ക്വാഡ്രന്റിലെ എന്ന് പറഞ്ഞാൽ u ന്റെ v യുടെ ക്വാഡ്രന്റ് എടുത്താൽ ആ uv ക്വാഡ്രന്റിലെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിനെ ആരുടെ ഭാഗമാക്കി മാറ്റുന്നു? ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആക്കി മാറ്റുന്നു. അപ്പോൾ ഞാൻ പറയുന്നു കൺസിഡർ the region of integration, consider the region of integration in
circle of infinite radius. Circle of infinite radius. അപ്പോഴത്തേക്ക് എന്തായി മാറും? Therefore, by converting the integral into polar, നമുക്ക് എന്തായി മാറും? നമുക്കറിയാം x ന് പകരം നമ്മൾ r cos phi എന്നാണ് പറയുന്നത്. x ന് പകരം r cos phi. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് u ന് പകരം r cos phi. അപ്പോൾ നമുക്ക് gamma p into gamma q equal to 4 into double integral u ന് പകരം r cos phi to the limit 2p minus 1 b ക്ക് പകരം r sin phi. x phi പറയുന്നത് പോലെയുള്ളൂ. r sin phi to the limit 2q minus 1 e raised to minus r square r dr d phi. du dv ക്ക് പകരം r dr d phi എന്നായി മാറുന്നു. ലിമിറ്റ് എങ്ങനെയാണ് കൊടുക്കുക? r ന്റെ ലിമിറ്റ് 0 to infinity radius അല്ലേ? അതേപോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് 0 to pi by 2. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് 0 to pi by 2. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഈക്വൽ ടു നമുക്ക് 4 into integral 0 to pi by 2 integral 0 to infinity. r ലെ ലിമിറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? r raised to 2p minus 1 ഉണ്ട്, പിന്നെ ഒരു 2q minus 1 ഉണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്. ശരിയല്ലേ? r raised to 2p minus 1 plus r raised to 2p minus 1 plus താഴെ 1 ഉണ്ട്. അവരെല്ലാം ഒറ്റ പദങ്ങൾ എഴുതി. into പിന്നെ എന്ത് വരും? cos raised to 2p minus 1 phi sin raised to 2q minus 1 phi പിന്നീട് ഒരു dr d phi. ഇത്രയും ആളുകളാണ് ഉള്ളത്. ശരിയാണല്ലോ? നോക്കൂ, ആറുകളെല്ലാം അറേഞ്ച് ചെയ്ത് cos raised to 2p minus 1 phi sin raised to 2q minus 1 phi dr d phi. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ r നെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് dr മാത്രമേ ഇവിടെ ഉള്ളൂ. ആംഗിൾ cos phi sin phi ഉണ്ട് ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്റഗ്രേഷൻ രണ്ടാക്കി മാറ്റും. എങ്ങനെ രണ്ടാക്കും? നോക്കൂ, 4 into integral 0 to infinity. ഇത് r ഇടാം. അപ്പോൾ r raised to 2p plus 2q minus 1 minus 2 plus 1 is minus 1 into dr. കാരണം ഇത് ഇത്രയേ ഉള്ളൂ r നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. പിന്നെ കിടക്കുന്നത് ആംഗിളിന്റെ ഇന്റഗ്രേഷൻ ആണ്. 0 to pi by 2 cos raised to 2p minus 1 phi sin raised to 2q minus 1 phi d phi. ശരിയാണ്. അപ്പോൾ രണ്ട് ഇന്റഗ്രേഷനുകളും മാറ്റി. കാരണം ഇവിടെ ഇതിനകത്ത് ആംഗിൾ ആറില്ല. ആംഗിൾ പ്രത്യേകം r പ്രത്യേകമാണ്. ഇനി ഈ r പിന്നീട് അവിടെ ഒരു e raised to minus r square കൂടി ഉണ്ട്. നമ്മൾ എല്ലാം വിട്ടുപോയി. ഇവിടെ ഒരു e raised to minus r square dr d phi. അപ്പോൾ ആ e raised to minus r square നമ്മൾ ഇവിടെ കൊടുക്കണം. കാരണം r ന്റെ കൂടാണല്ലോ അത് വരുന്നത്. അപ്പോൾ ഇവിടെ e raised to minus r square കൂടി കൊടുത്തിട്ട് എഴുതാം. e raised to minus r square into dr. e raised to minus r square കൂടി r ന്റെ കൂടെ വരും. ഈ രണ്ട് ഇന്റഗ്രലുകളെ നമ്മൾ പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ. മനസ്സിലാവുമല്ലോ? ഈ രണ്ട് ഇന്റഗ്രലുകളെ പ്രത്യേകം എടുക്കാൻ പോകും. ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടെ e raised to minus r square കൂടി r ന്റെ കൂടെ എഴുതാം. മനസ്സിലാവുമല്ലോ? e raised to minus r square കൂടി നമുക്ക് ക്ലിയർ ആയി എഴുതാം. that is equal to e raised to minus r square into r raised to 2p plus 2q minus 1 dr. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ രണ്ട് ഇന്റഗ്രലുകളായി മാറും. ഇനി ഈ രണ്ട് ഇന്റഗ്രലുകളെ നമ്മൾ പ്രത്യേകം ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കിട്ടി നൽകുന്നത് എങ്ങനെയാണ്? ഗാമ p into gamma q equal to 4 into this integral into this integral ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ ഇന്റഗ്രൽ എടുക്കും. ഫസ്റ്റ് ഇന്റഗ്രൽ. അപ്പോൾ 0 to infinity e raised to minus r square into r raised to 2p plus 2q minus 1 into dr. ശ്രദ്ധിക്കേണ്ട കാര്യം 0 to infinity വരിക e raised to വന്നാൽ ഗാമയാണ് ചെയ്യാൻ പറ്റുക. അത് ഗാമ ഫംഗ്ഷൻ ചെയ്യാം. ഗാമയിൽ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള r square ന് പകരം നമ്മൾ സിംഗിൾ വേരിയബിൾ ആക്കി മാറ്റണം. അതുകൊണ്ട് ഞാൻ r square ന് പകരം u എന്ന് കൊടുക്കുന്നു. put r square equal to u എന്ന് കൊടുക്കരുത്. u നമ്മൾ ഓൾറെഡി കൊടുത്തതാണല്ലോ. അതുകൊണ്ട് u കൊടുക്കരുത്. പകരം നിങ്ങൾ y എന്ന് കൊടുക്കുക. r square equal to y ആണല്ലോ. അപ്പോൾ r ന് പകരം എന്ത് വരും? y raised to half എന്നാണ്. ശരിയാണല്ലോ? r ന് പകരം y raised to half, dr ന് പകരം എന്ത് വരും? half into y raised to half minus 1, that is minus half dy എന്നാണ്. ശരിയാണല്ലോ? minus half dy. ലിമിറ്റിന് വ്യത്യാസമുണ്ടോ? r ന് 0 കൊടുക്കുമ്പോൾ y 0, r ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ y ഇൻഫിനിറ്റി. therefore integral 0 to infinity e raised to minus y. r ന് പകരം എന്ത് കൊടുക്കാൻ നമുക്ക്? y raised to half to the limit power 2p plus 2q minus 1 into dr ന് പകരം half into y raised to minus half d
y എന്നായി മാറും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് കഴിയുമ്പോൾ that is equal to ഇവിടെ കൺസിഡർ കൊടുക്കുക. ഫസ്റ്റ് ഇന്റഗ്രൽ കൺസിഡർ that is equal to integral 0 to infinity e raised to minus y. ഈ 2 നെ അകത്തോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ p plus q minus half ആകും. y raised to p plus q minus half. ഈ 1/2 പുറത്ത് വരും. 1/2 പുറത്ത് വരും. into y raised to minus half dy. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഹാഫ് കൂടി -1 ആകും. that is equal to half into integral 0 to infinity e raised to minus y raised to p plus q minus 1 dy എന്നാകും. ശരിയാണല്ലോ? നമുക്കറിയാം integral 0 to infinity e raised to minus x raised to p minus 1 എന്ന് പറഞ്ഞാൽ ഗാമ p ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഹാഫ് ഗാമ p plus q എന്ന് വരും. ഹാഫ് ഗാമ p plus q. ആദ്യത്തെ ഇന്റഗ്രേഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഹാഫ് ഗാമ p plus q എന്നാണ്. ശരിയാണല്ലോ? ഈ ഒരു ഇന്റഗ്രേഷൻ കൂടി ഉണ്ടല്ലോ, അതെടുക്കാം. കൺസിഡർ ആംഗിൾ വരുന്നത് കൺസിഡർ ഇന്റഗ്രൽ 0 to pi by 2 and cos raised to 2p minus 1 phi sin raised to 2q minus 1 phi d phi equal to. ഓർമ്മയുണ്ടാകും നമ്മൾ ബീറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട റിലേഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to pi by 2 sin raised to 2p minus 1 phi into cos raised to 2q minus 1 phi d phi equal to half beta pq എന്നായിരുന്നു. ഇവിടെ ഇപ്പോ കോസും സൈനും തിരിഞ്ഞു കിടക്കുകയല്ലേ, അപ്പൊ ഹാഫ് ബീറ്റ ക്യൂ പി എന്ന് വരും. ശരിയാണല്ലോ? കാരണം എന്താ? സൈൻ ആയിട്ട് ആദ്യം വന്നത് സൈൻ റൈസ് ടു 2p യും കോസ് റൈസ് ടു 2q വരുമ്പോഴാണ് ബീറ്റ പി ക്യൂ. ഇവിടെ സൈനിന്റെ കൂടെ കിടക്കുന്ന ആളാണ് അത് എഴുതേണ്ടത്. അപ്പൊ സൈനില് ക്യൂ ആണ്, അപ്പൊ ബീറ്റ ക്യൂ പി. പക്ഷേ ബീറ്റയുടെ പ്രോപ്പർട്ടി പറയുന്നുണ്ട് സിമെട്രിക് ആണ് എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഹാഫ് ഇൻറ്റു ബീറ്റ പി ക്യൂ ആണല്ലോ, ബൈ സിമെട്രി ബീറ്റ ഫംഗ്ഷൻ സിമെട്രി ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബീറ്റ പി ക്യൂ എന്ന് രണ്ടാമത്. അപ്പൊ ആദ്യത്തെ ഇന്റഗ്രലിനെ ഹാഫ് ഗാമ പി പ്ലസ് ക്യൂ, രണ്ടാമത്തെ ഇന്റഗ്രലിൽ ഹാഫ് ബീറ്റ പി പ്ലസ് ക്യൂ എന്നാകും. എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ മാറും? therefore we have gamma p into gamma q equal to gamma p into gamma q equal to എന്ത് കിട്ടും? 4 into first integral half gamma p plus q into അടുത്തത് half beta p q എന്ന് കിട്ടും. ശരിയാണല്ലോ? ഇതിന് പകരം half gamma p plus q into ഇതിന് പകരം half beta q. 4 2 പോയി. gamma p plus q താഴേക്ക് വരുമ്പോൾ എന്ത് കിട്ടും? beta p, q equal to gamma p into gamma q by gamma p plus q. ഇതിന് താഴെ വരുമ്പോൾ gamma p plus q എന്ന് പറയുന്ന നമ്മളുടെ റിലേഷനിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ തെളിയിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും കൊടുക്കുന്നു. 4 ഞാൻ താഴോട്ട് വരുമ്പോൾ ബീറ്റ പി ക്യൂ ഈക്വൽ ടു ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ പി പ്ലസ് ക്യൂ എന്ന് വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ റിലേഷൻ തെളിയിക്കുന്നത് ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം. ഇനി റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വെച്ചിട്ടുള്ള കണക്കുകൾ ഇനിയുണ്ട്. അവ എങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ കൊടുക്കുന്ന ലിമിറ്റുകൾ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ചെയ്ത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് എഴുതാൻ പോകാവൂ. അല്ലാതെ എഴുതിയാൽ പകുതി വരുമ്പോൾ നമുക്ക് തെറ്റും. അതുകൊണ്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. ബീറ്റയും ഗാമയുമായി കണക്ട് ചെയ്യുന്ന റിലേഷൻ വെച്ചിട്ടുള്ള കണക്കുകൾ കുറച്ചുണ്ടാവും നോക്കാം. ഇത് ശ്രദ്ധിക്കുക. ഫൈൻഡ് ഇന്റഗ്രൽ 0 to infinity x cubed by 1 plus x raised to 5 dx. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പരീക്ഷ ഉറപ്പായിട്ട് ചോദിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആണ്. നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ബീറ്റ ഫംഗ്ഷന്റെ രണ്ടാമതൊരു ഡെഫിനിഷൻ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നു. 0 to infinity x raised to b minus 1 plus x raised to p plus q dx എന്ന് പറയുന്നതും ബീറ്റ പി ക്യൂ ആണ് എന്ന് പറയുന്നത്. ഈ റിലേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം. ഇന്റഗ്രൽ 0 to infinity അപ്പോൾ നമ്മൾ എഴുതും we know that 0 to infinity x raised to p minus 1 by 1 plus x raised to p plus q dx equal to beta p2. കാരണം ഇവിടെ 0 to infinity ആണ്. സ്വാഭാവികമായിട്ടും ഇയാളെ ബീറ്റയിലേക്ക് e raised to e ഉണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഉണ്ടെങ്കിൽ ഗാമ ആയിട്ട് കണക്ട്. ഇവിടെ എക്സ്പോണൻഷ്യൽ ഇല്ല, e raised to ഇല്ല. അതുകൊണ്ട് ബീറ്റ ആയിട്ട് തന്നെ കണക്ട് ചെയ്യും. ബീറ്റയുടെ ഈ റിലേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് p minus 1 equal to 3 എന്ന് കിട്ടും. p4 എന്നാകും. ശരിയാണല്ലോ? ഇനി p plus q equal to 5, p4 ആകുമ്പോൾ 4 plus q equal to 5, q equal to 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? therefore integral 0 to infinity x cube by 1 plus x raised to 5. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ x raised to ആണ്, ഇവിടെ 1 plus x ആണ്. x raised to 1 plus x രണ്ടും സെയിം ആയിരിക്കണം. ഇവിടെ x ന് താഴെ x സ്ക്വയർ ഒന്നും വരരുത്. അങ്ങനെ വന്നാൽ പിന്നെ മാറും. ഇവിടെ x ഉം 1 plus x ഉം അതേ സ്ഥാനത്തിന് x by 1 plus x എന്ന രീതിയിൽ തന്നെ വരണം.
dx equal to നമുക്ക് എന്തെന്ന് എഴുതാം ബീറ്റ ഓഫ് pq pq എന്ന് പറഞ്ഞാൽ എന്താ p4 q1 എന്താ ബീറ്റ ഓഫ് pq ഗാമ p ഗാമ q by ഗാമ p plus q equal to ഗാമ 4 into ഗാമ 1 by ഗാമ 5 ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം ഗാമ 4 is 3 factorial into 1 ഗാമ 1 is 0 factorial is 1 by 4 factorial എന്ന് പറയുമ്പോൾ 3 factorial 4 factorial പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 by 4 കിട്ടും അറിയാലോ 4 factorial എന്ന് പറഞ്ഞാൽ 4 into 3 factorial 3 factorial 3 factorial കട്ട് ചെയ്ത് പോകുമ്പോൾ 1 by 4 അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഈ ഇന്റഗ്രേഷൻ ആൻസർ ചെയ്യേണ്ടതില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും 1 by 4 എന്ന് ഇയാളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് എഴുതി വെക്കണം നമ്മൾ പഠിക്കണം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും ഇവിടെ 1 plus x ആണ് നെക്സ്റ്റ് b plus q ആണ് ഓർക്കുക ഇവിടെ b minus 1 ആണ് നമുക്ക് ഓർക്കുക കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും 1 by 4 എന്ന് കിട്ടും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച് ചെയ്തു അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം എക്സാമ്പിൾ അല്ല പ്രാക്ടീസ് വേണ്ടി തരുന്നതാണ് ഫൈൻഡ് ഇന്റഗ്രൽ 0 to infinity y square by 1 plus y the whole raised to 6 dy അതേപോലെ രണ്ടാമത്തെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഇത് കഴിഞ്ഞ് നോക്കാം അപ്പോൾ ഒന്നാമത് 0 to infinity ആണ് 0 to infinity വരുമ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ഇതിൽ എക്സ്പോണൻഷ്യൽ ഉണ്ടോ എക്സ്പോണൻഷ്യൽ e raised to ഉണ്ടെങ്കിൽ ഗാമയാണ് ഇല്ലെങ്കിൽ ബീറ്റ ആണ് അപ്പോൾ 0 to infinity ആണ് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് we know that എന്താണ് integral 0 to infinity x raised to b minus 1 by 1 plus x raised to b plus q dx equal to beta of pq ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് 0 to infinity ആവുമ്പോൾ ഇത് വേണം എടുക്കാൻ അപ്പോൾ ഇവിടെ നമുക്കറിയാം b minus 1 ന്റെ സ്ഥാനത്ത് x ന് പകരം y വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല b minus 1 2 ആണ് അല്ലേ അപ്പോൾ എന്തൊരു p equal to 3 p plus q എന്ന് പറയുന്നത് 6 ആണ് p 3 ആകുമ്പോൾ q 3 ശരിയാണല്ലോ എന്ന് പറയുമ്പോൾ ആൻസർ ആയി കഴിയും 0 to infinity y square by 1 plus y raised to 6 dy equal to beta of 3 comma 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗാമ 3 into ഗാമ 3 by ഗാമ 6 എന്നാണല്ലോ equal to 2 factorial into 2 factorial by 5 factorial എന്ന് പറയുമ്പോൾ എന്താ 4 by 5 factorial എന്ന് പറഞ്ഞാൽ 120 ആണ് അല്ലേ 4 by 120 equal to 130 മനസ്സിലാവുന്നല്ലോ 1 by 30 ആണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ഇപ്പോൾ 120 പോകുമ്പോൾ 1 by 30 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് ഇന്റഗ്രൽ ഫൈൻഡ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 x raised to 4 by root 1 minus x square dx ശ്രദ്ധിക്കുക 0 to 1 വന്നാൽ അത് ബീറ്റ തന്നെയാണ് ആ ബീറ്റ തന്നെ 0 to 1 ആണെങ്കിൽ ഇയാളുമായി അല്ല കമ്പയർ ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ് നമുക്കറിയാം we know എന്തറിയാം നമുക്ക് ഇന്റഗ്രൽ 0 to 1 x raised to b minus 1 അവിടെ 1 minus x raised to q minus 1 dx എന്ന് പറയുന്നതാണ് ബീറ്റ pq എന്ന് നമുക്കറിയാം 1 minus x ആണ് അങ്ങനെ വരുമ്പോൾ ഇയാളെ എഴുതി കൊടുക്കാം അപ്പോൾ എന്ത് വരും 0 to 1 x raised to 4 1 minus x square raised to minus half dx എന്നാണ് ശരിയാണല്ലോ നമ്മൾ നേരത്തെ കുറേ കണക്ക് ചെയ്തു ഇവിടെ x square അല്ലെങ്കിൽ 1 minus x എന്ന് വരാൻ അതുകൊണ്ട് x square ന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം 1 minus ആണ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് x square ന് പകരം നമുക്ക് കൊടുക്കാം x square equal to y എന്ന് കൊടുക്കുന്നു therefore x equal to y raised to half dx ന് പകരം half into y raised to minus half dy കുറേ ചെയ്തതാണ് നമ്മൾ ലിമിറ്റ് വ്യത്യാസം വരില്ല കാരണം 0 കൊടുക്കുമ്പോൾ y 0 സ്ക്വയർ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ് അപ്പോൾ ഇത് വരും ഇന്റഗ്രൽ 0 to 1 x ന് പകരം നമുക്ക് y raised to 1 by 2 raised to 4 into 1 minus y raised to minus 1 by 2 into dx ന് പകരം half into y raised to minus 1 by 2 dy എന്നാണ് ശരിയാണല്ലോ ഇവിടെ ഹാഫ് കൂടെ പോകുമ്പോൾ y സ്ക്വയർ ആകും y സ്ക്വയറും മൈനസ് ഹാഫ് കൂടെ എടുക്കുമ്പോൾ y raised to 2 minus half എന്ന് പറയുന്നത് 3 by 2 ആയി മാറും ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ y സ്ക്വയർ ആണ് 2 minus 1 by 2 y raised to 3 by 2 ഫ്രണ്ടിൽ ഒരു ഹാഫ് ഉണ്ട് ഈ ഹാഫ് ഫ്രണ്ടിൽ വരും 1 minus y raised to minus half dy എന്നാണ് ശരിയാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം എങ്ങനെ കമ്പയർ ചെയ്യാം p minus 1 എന്ന് പറയുന്നത് 3 by 2 ആണ് p minus 1 equal to 3 by 2 p equal to 1 അപ്പുറം പോകുമ്പോൾ 5 by 2 എന്നാണ് p 5 by 2 കിട്ടും ഇനി q minus 1 equal to minus half ആണ് therefore q equal to half ഉണ്ട് q half ആണ് അല്ലേ എന്ന് പറയുമ്പോൾ എന്താ ആൻസർ ഇങ്ങോട്ട് എഴുതുകയാണ് equal to half into beta of p 5 by 2 comma 1 by 2 എന്നാണ് half beta of 5 by 2 comma 1 by 2 beta 5 by 2 comma 1 by 2 കുറച്ച് സിംപ്ലിഫൈ ചെയ്യണം നോക്കാം അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ് half into
by gamma 5 by 2 plus 1 by 2 6 by 2 equal to gamma 3. That is 1 by 2 into gamma 5 by 2 എങ്ങനെ എഴുതാം 3 by 2 into 1 by 2 into gamma 1 by 2 അറിയാലോ gamma p is p minus 1 gamma p ചെയ്യുമ്പോൾ 3 by 2 gamma 3 gamma 3 നെ വീണ്ടും 1 by 2 gamma 1 by 2 into വീണ്ടും ഒരു gamma 1 by 2 ഉണ്ട് by gamma 3 is 2 factorial that is equal to 2 ഗുണം വരുമ്പോൾ 1 by 4 into 3 by 2 into 1 by 2 into root pi into root pi ശരിയാണല്ലോ that is equal to എന്താ വരിക 3 by 16 pi എന്ന് വരും 3 pi by 16 എന്നാണ് മനസ്സിലാവുന്നല്ലോ gamma 3 is 2 factorial 2 ആകുമ്പോൾ 1 by 4 3 by gamma 5 by 2 3 by 2 into ഒന്ന് പറഞ്ഞോളാം 3 by 2 into 1 by 2 into gamma 1 by gamma 1 by 2 is root pi pi ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ ബീറ്റ വരെ എത്രത്തോളായിരുന്നു കാരണം റിലേഷൻ പഠിച്ചില്ലായിരുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ചോദിക്കുമ്പോൾ നമുക്ക് നമ്പറുകളാണെങ്കിൽ അത് ബീറ്റ വഴി ഗാമയിലേക്ക് എത്തിച്ച് ഫൈനൽ ആൻസറിലേക്ക് കൊണ്ടുവരണം അപ്പോൾ കാര്യം ശ്രദ്ധിച്ചോളൂ അടുത്ത ബീറ്റയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഇന്റഗ്രൽ 0 to 1 dx by root 1 minus x3 0 to 1 ആണ് നമുക്കറിയാം ബീറ്റ തന്നെയാണ് വരിക അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം 0 to 1 ഇയാളെ നമുക്ക് 1 minus x3 raised to minus half dx എന്ന് എഴുതാം ശരിയാണല്ലോ നമുക്കറിയാം 1 minus x എന്ന് എഴുതാൻ പാടുള്ളൂ അതുകൊണ്ട് x3 equal to y എന്ന് കൊടുക്കാം therefore x equal to y raised to 1 by 3 dx equal to 1 by 3 into y raised to minus 1 minus 1 by 3 is minus 2 by 3 dy എന്നാണ് ശരിയാണല്ലോ minus 2 by 3 dy therefore നമുക്ക് ലിമിറ്റ് വ്യത്യാസമില്ല 0 തന്നെയാണ് 1 കൊടുക്കുമ്പോൾ 1 തന്നെയാണ് therefore integral 0 to 1 1 minus y raised to minus half into dx ന് പകരം 1 by 3 y raised to minus 2 by 3 into dy that is equal to 1 by 3 പുറത്തെഴുതുമ്പോൾ 1 by 3 into 0 to 1 ഈ y y raised to minus 2 by 3 into 1 minus y raised to minus half dy എന്നായി മാറും ശരിയാണല്ലോ therefore ഇനിയിപ്പോൾ നമുക്ക് ബീറ്റയുമായി കമ്പയർ ചെയ്യാൻ കറക്റ്റ് ഫോം ആയല്ലോ therefore p minus 1 equal to minus 2 by 3 p equal to minus 2 by 3 plus 1 equal to 1 by 3 p യുടെ വാല്യൂ ഇനി q minus 1 equal to minus half q equal to minus half plus 1 is plus half അപ്പോൾ b യും q കിട്ടി കഴിഞ്ഞു therefore ഇതിന്റെ ആൻസർ എന്ന് എഴുതാം equal to therefore integration equal to 1 by 3 into beta p യുടെ വില 1 by 3 q ന്റെ വില 1 by 2 that is equal to 1 by 3 into beta pq is beta gamma p into gamma q by gamma 1 by 3 plus 1 by 2 that is equal to എന്താ വരിക 1 by 3 into gamma 1 by 3 into root pi by gamma ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 2 plus 3 5 gamma 5 by 6 എന്നാണ് gamma 5 by 6 that is equal to നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും കാരണം ഇത് കുറച്ചാൽ നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് root pi by 3 into gamma 1 by 3 by gamma 5 by 6 എന്ന് എഴുതി വെക്കാൻ കഴിയും കാരണം gamma 1 by 3 നമുക്ക് അറിയില്ല gamma 5 by 6 നമുക്ക് ചുരുക്കാൻ കഴിയില്ല അത് കുറച്ച് പോയാലും ഒരിക്കലും gamma 1 by 2 കിട്ടത്തില്ല അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടും അതാണ് അതിന്റെ ഫൈനൽ ആൻസർ